ശ്രീ സനീഷ് കുമാർ ജോസഫ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സാർ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ഹൃദ്രോഗം ബാധിച്ച കഠിന ജോലികൾ ചെയ്യാൻ സാധിക്കാത്തവർ തുടങ്ങി നിരാലംബരായ 2 ലക്ഷത്തോളം മനുഷ്യർക്ക് ഉപജീവനമാർഗം ഒരുക്കുന്ന ഒരു സർക്കാർ സംവിധാനമാണ് സംസ്ഥാന ഭാഗ്യക്കുറി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലോട്ടറി ജനകീയമായിരുന്നു. ആവശ്യത്തിന് സമ്മാനവും കമ്മീഷനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് GST 40% വർദ്ധിപ്പിച്ചു. ടിക്കറ്റിൻ്റെ വില കൂട്ടി. 1000, 5000 സമ്മാനങ്ങൾ കുറച്ചു. സാർ, ഇന്ന് ഈ മേഖല വലിയ പ്രതിസന്ധിയിലാണ്. മൊത്തവിതരണ ഏജന്റുമാർ മുതൽ നടന്ന് വിൽക്കുന്നവർക്ക് വരെ ഓരോ ദിവസവും ടിക്കറ്റുകൾ ബാക്കിയാണ്. സാർ, ഈ വിൽപ്പനക്കാർ പലരും മുൻകൂട്ടി പണം നൽകിയാണ് ഏജൻസികളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നത്. ഇത് വിൽക്കാതെ വരുന്നതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുകയാണ്. കിട്ടുന്ന ടിക്കറ്റിൻ്റെ കോട്ട കുറയാതിരിക്കാൻ മൊത്തവിതരണ ഏജന്റുമാർ അവർക്ക് നിശ്ചയിച്ച ടിക്കറ്റ് മുഴുവനും എടുക്കുന്നു. എന്നിട്ട് നിർബന്ധിച്ച് ചില്ലറ വിൽപ്പനക്കാർക്ക് കൂടുതൽ ടിക്കറ്റുകൾ കൈമാറുകയാണ്. രാവന്തിയോളം റോഡിലിറങ്ങി നടന്നും മറ്റും വിൽപ്പന നടത്തിയിട്ടും ഒടുവിൽ ടിക്കറ്റുകൾ ബാക്കിയാവുകയാണ്. ഇത് ഏജന്റുമാരെ കടുത്ത മാനസിക പ്രയാസത്തിലാക്കുകയാണ്. 1.8 കോടി ടിക്കറ്റുകളാണ് ദിവസവും ഭാഗ്യക്കുറി വകുപ്പ് അച്ചടിക്കുന്നത്. ഈ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ അച്ചടിക്കുന്ന ഈ ടിക്കറ്റുകൾ വൻകിടക്കാർ കൈക്കലാക്കി റീറ്റെയിൽ ഷോപ്പുകൾ വഴി നാട് മുഴുവൻ കച്ചവടം തുടങ്ങിയതോടെ ചെറുകിട ഏജന്റുമാരും തൊഴിലാളികളും തകർന്നു. പേപ്പർ ലോട്ടറി നിയമം അനുസരിച്ച് ലോട്ടറി കൈകൊണ്ട് നേരിട്ട് വിൽപ്പന നടത്തണം. എന്നാൽ ഇന്ന് കേരളം മുഴുവൻ എഴുത്തു ലോട്ടറി, ഓൺലൈൻ ലോട്ടറി, സൈറ്റ് ലോട്ടറി കച്ചവടമാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ കേരള ലോട്ടറി കേരളത്തിന് പുറത്തേക്ക് കടത്തുന്ന ഒരു മാഫിയയുടെ കയ്യിലാണ്. ഈ നിയമവിരുദ്ധ കച്ചവടം നിർത്തലാക്കണം. 2025 മെയ് 2 നടപ്പിലാക്കിയ പരിഷ്കരണത്തിലൂടെ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കുകയും 5000 രൂപയിൽ കുറവുള്ള സമ്മാനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു. ഈ പരിഷ്കരണത്തിലൂടെ വന്ന തിരിച്ചടിക്ക് പുറമെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ടിക്കറ്റ് വിൽപ്പന ഇനിയും കുറയാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നാണ് ഈ മേഖലയിലൂടെ ആശങ്ക. 2 ലക്ഷത്തോളം വിൽപ്പനക്കാരും 20,000 സബ് ഏജന്റുമാരും 10,000 ഏജന്റുമാരുമുള്ള ലോട്ടറി മേഖലയെ സംരക്ഷിക്കുന്നതിന് സമ്മാനഘടന പരിഷ്കരിച്ച് കൂടുതൽ ആകർഷകമാക്കുന്ന നടപടികൾ സ്വീകരിക്കണം. കാരുണ്യ ബെനവലന്റ് ഫണ്ട് ബോർഡ് പുനഃസ്ഥാപിക്കണം. ലോട്ടറി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളെ അടിയന്തരമായി നിയമിക്കണം. ക്ഷേമനിധി തൊഴിലാളികളുടെ ബോണസ് 10,000 രൂപയായി വർദ്ധിപ്പിക്കണം. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം. ലോട്ടറി മേഖലയെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ലോട്ടറി മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി കാണുകയാണ്. GST നിരക്കുകൾ പരിഷ്കരിച്ചപ്പോൾ ലോട്ടറിമേലുള്ള 28% നികുതി അത് 40% വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ 12% ഏജൻസി കമ്മീഷൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് 10% കുറയ്ക്കുകയും 5000 രൂപ മുതലുള്ള സമ്മാന ഘടനയിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. ഇത് ടിക്കറ്റ് വിൽപ്പനയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ. കൂടാതെ ഏജൻസി ഫീസിലുണ്ടായ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളതായി വിലയിരുത്തുന്നു. ലോട്ടറി ഏജന്റുമാരുടെ ലോട്ടറി നടത്തി ലാഭമുണ്ടാക്കുക മാത്രമല്ല സർക്കാരിൻ്റെ ലക്ഷ്യം. ലോട്ടറി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അതൊരു തൊഴിൽ കൂടിയാണ്. ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ട് ഉപജീവനം നടത്തുന്നത്. സർ, അവരുടെ ഉപജീവനം സംരക്ഷിക്കുന്നതിനും ടിക്കറ്റ് വിൽപ്പന വർദ്ധിപ്പിച്ച് ലോട്ടറി മേഖലയിലെ പ്രതിസന്ധി മറികടക്കുന്നതിനും സാധിക്കുന്ന രീതിയിൽ പ്രൈസ് സ്ട്രക്ചറിൽ, അതായത് സമ്മാനഘടനയും കമ്മീഷൻ നിരക്കുകളും പരിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള സമഗ്രമായ പരിഷ്കരണ പരിപാടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. തീർച്ചയായും ലോട്ടറി മേഖലയിൽ അത് നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യും. സനീഷ് കുമാർ ജോസഫ്, ചോദ്യം. സാർ, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലഘട്ടത്ത് ലോട്ടറി ക്ഷേമനിധി ബോർഡിലും ഡയറക്ടറേറ്റിലും നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ക്ഷേമനിധി ബോർഡ് ചെയർമാൻമാരെയും ബോർഡ് മെമ്പർമാരെയും ഈ കാലയളവിൽ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരുടെയും പേരിൽ ശക്തമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമോ? മുഖ്യമന്ത്രി. സർ, ഇത് ഈ മേഖലയിൽ കുറച്ച് ക്രമക്കേടുകൾ നടന്നതായിട്ട് പലരും പരാതി തന്നിട്ടുണ്ട്. ഗവൺമെൻറ് തീർച്ചയായും അക്കാര്യം പരിശോധിക്കും.